നിങ്ങൾ ഗോധി മീഡിയ എന്ന വാക്ക് കേട്ട് കാണും. കാരണം ഹിന്ദി ലാംഗ്വേജിലാണ് ഗോധി എന്നുള്ള സംഭവം, അതായത് മടിയിൽ കിടക്കുന്ന മീഡിയ. അപ്പം അത് കഴിഞ്ഞ് ഈ 10-12 വർഷമായിട്ട് മോദിയെ സ്തുതിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. BJP പറയുന്നതാണ് ഇന്ത്യയിലെ മീഡിയ ഹൗസ്, അതായത് പ്രധാനപ്പെട്ട മീഡിയകളുടെ എല്ലാം വാർത്ത. അതായത് വാർത്തകളില്ല, മോദിയെ സ്തുതി വർണ്ണങ്ങൾ പാടുന്ന വാർത്തകൾ, ആങ്കേഴ്സ്, ന്യൂസ് റിപ്പോർട്ട്, ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഇതുണ്ടായിരിക്കുന്നത്. പ്രധാന കാരണം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം അതിൻ്റെ ചില വിശദീകരണങ്ങൾ തരാം. കാരണം ഞാൻ ഡൽഹിയിലാണ് പല മീഡിയ ഹൗസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മീഡിയ ഹൗസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 90% ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മീഡിയ ഹൗസ് ഇതെല്ലാം നഷ്ടത്തിലാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഓരോന്ന് ഓടി പോകുന്നു. ചില മീഡിയ മാത്രമേ ഉള്ളൂ ലാഭത്തിൽ. അപ്പം ഒരു മീഡിയ ഹൗസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. അതായത് 60% ഗവൺമെൻറ് സ്പോൺസേഡ് ആഡുകൾ വേണം, സ്പോൺസർഷിപ്പ് വേണം. ബാക്കി 40% അതായത് പ്രൈവറ്റ് അഡ്വർടൈസേഴ്സ്, കോർപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് അഡ്വർടൈസേഴ്സും ഈ സാധനങ്ങൾ വരണം. ഇങ്ങനെയാണ് ഇതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് അധികം മീഡിയ ഹൗസിൻ്റെ. അപ്പം ഗവൺമെൻറ്റിനെ എതിർത്ത് കഴിഞ്ഞാൽ, നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എതിർക്കുന്ന വലിയൊരു വിഭാഗം മീഡിയ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ പറയുന്ന മൻമോഹൻ സിംഗ് ആണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നും വെട്ടിച്ചെടുക്കത്തൊന്നുമില്ല. അവർക്കും കാരണം ഒരു ജനാധിപത്യ രാജ്യമാണ്. അവർക്ക് ആ രീതിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറയാം. കോൺഗ്രസ് ഒരു കാരണവശാലും അവരെ വേട്ടയാടാൻ പോകത്തില്ല. അതായിരുന്നു സത്യമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ വാജ്പേയി, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ തെഹൽക്ക ഓപ്പറേഷൻ കൊണ്ടുവരുന്നത്. എന്നെ വേട്ടയാടിയില്ല, എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു. അത് വേട്ടയാടലാണ്. ഒരു വശം നോക്കുവാണെങ്കിൽ വേട്ടയാടലാണ്. കള്ളക്കേസ് എടുത്തത്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. ആ കേസ് ഹൈക്കോടതി തള്ളിദൂരകളയും ചെയ്തു. അതിനുശേഷം അതിന് ഇൻവെസ്റ്റ് ചെയ്ത് ശങ്കർ ശർമ്മ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റലിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം കോടതിയിൽ പോകുന്നു. അതിനകത്ത് മനസ്സിലാകുന്നു അവരൊന്നും അല്ല ഇത് ഫണ്ട് ചെയ്തത്. കാരണം ഇത് ഫണ്ട് ചെയ്ത സ്റ്റോറി ഗ്യാതറിംഗ് ഫണ്ട് എടുത്തിട്ടാണ് ഇത് അന്ന് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് ഈ പറയുന്ന പോലെ വല്ലാത്ത രീതിയിൽ ഇന്ന് മോദി ഗവൺമെൻറ് ചെയ്യുന്ന വേട്ടയാടലൊന്നും നടത്തിയിട്ടൊന്നുമില്ല. ആ രീതിയിൽ അതിനെ കണ്ടു. കാരണം അത് ഗവൺമെൻറ് നിയമവും പരിപാടിയായിട്ടൊക്കെ പോയി. അപ്പം അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അങ്ങനെയല്ല മോദി ഉണ്ടാക്കിയേക്കുന്ന, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് ഇന്ത്യയിൽ അവരുണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട്. അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അംബാനിയെ കൊണ്ട് ന്യൂസ് 18 ഗ്രൂപ്പ് മുഴുവൻ അവരങ്ങ് ഏറ്റെടുത്തു ഒരു ഭാഗത്ത്. അംബാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരൻ ഒരു മീഡിയ ഹൗസ് നടത്തിയാൽ അവർക്ക് വലിയ വലിയ പരിമിതികളുണ്ട്. അവർക്കൊരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഭാഗത്ത് ഈ പറയുന്ന അഡാനിയെ കൊണ്ട് മറ്റ് മീഡിയ ഹൗസുകൾ എടുപ്പിച്ചു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന BJPയെ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പല ഗ്രൂപ്പുകളുണ്ട്. ഹിന്ദി, അത് ദൈനിക് ജാഗരനുണ്ട്, ABP ഉണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. മറ്റൊരു ഭാഗത്ത് അവരെ കൊണ്ടുപിടിപ്പിച്ചു. എന്നിട്ട് അവരൊരു നരേറ്റീവ്സ് അങ്ങുണ്ടാക്കി. പഴയതായിരുന്ന പല ജേർണലിസ്റ്റുകളൊക്കെ വെച്ചിട്ട് നരേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെൻറ്റിന് വേണ്ടി, BJPക്ക് വേണ്ടി. അവരെല്ലാ വർഷവും ഇത്രമാത്രം ഫണ്ട് സോഷ്യൽ മീഡിയയ്ക്കും, അതായത് ഈ കംപ്ലീറ്റ് വാർത്തകളും നരേറ്റീവ്സും കള്ളത്തരങ്ങളും ഉണ്ടാക്കാൻ ഗ്രൂപ്പുകളെ വെച്ചു. അവർ കൊടുക്കുന്ന വാർത്തകൾ മാത്രമേ ഹെഡ്ലൈൻസ് ആയിട്ടും ടൈറ്റിലായിട്ടും വരാൻ പാടുള്ളൂ. അപ്പോൾ പ്രയോജനമുണ്ട് ഈ മീഡിയ ഹൗസിന്. BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളുണ്ട്, കേന്ദ്രത്തിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്, PSUs ഉണ്ട്. അത് ഇവരുടെയൊക്കെ ഇഷ്ടം പോലെ സ്പോൺസർഷിപ്പും
പല BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളുടെ സ്പോൺസർഷിപ്പും ഈ മീഡിയ ഹൗസിന് സാമ്പത്തികമായിട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ അവരെന്തിനാ മോദിയെ എതിർക്കേണ്ട ആവശ്യം? അതായത് എഡിറ്റോറിയൽ പോളിസി എന്ന് പറയുന്ന സാധനം ഇല്ലാതായി. ഇൻക്ലൂഡിങ് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന അരുൺ പുരി, അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ആജ് തക് എന്ന് പറഞ്ഞ ഹിന്ദി ചാനലിൽ അവർക്ക് പോലും ഒരു പോളിസി കൊടുക്കാൻ പറ്റാതായി. അതേപോലെ തന്നെ മീഡിയ ഹൗസിൻ്റെ തലപ്പത്ത് എഡിറ്റോറിയൽ ഹെഡായിട്ട് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ മാനേജ്മെൻ്റ് അല്ല, മോദി ഗവൺമെൻറ്റും അവരുടെ കൂടെ നിൽക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. ഇന്നയാൾ ഇന്ന മീഡിയ ഹൗസിൻ്റെ ഹെഡായിട്ട് പോകണം, അവരുടെ ആൾക്കാർ മാത്രമേ പോകാവൂ. എന്നിട്ട് ഈ പോകുന്ന മീഡിയ ഹൗസിൻ്റെ ഹെഡായിട്ട് പോകുന്നവർക്ക് ഇഷ്ടം പോലെ ഗവൺമെൻറ്റിൻ്റെ പല സംഭവങ്ങളും കിട്ടാൻ തുടങ്ങി. അവരുടെ മകളുടെ കല്യാണവും മകൻ്റെ കല്യാണത്തിനും ഇപ്പം ടൈംസ് നൗവിൻ്റെ ഹെഡ് ഒരു സ്ത്രീയാണ്. അവരുടെ മകളുടെയോ മകൻ്റെ കല്യാണത്തിന് 10-12 കേന്ദ്രമന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ സ്പേസ് ഫ്രീ ആയിട്ട് അതും കൊടുത്തു കല്യാണം പരിപാടികൾ, അതിൻ്റെ റിസപ്ഷൻ നടത്താൻ. അതായത് ഗവൺമെൻറ് നടത്തി കൊടുക്കുകയാണ് കല്യാണം. ആലോചിച്ച് നോക്കണം. പിന്നെ എങ്ങനെയാണ് ഈ മീഡിയ ഹൗസുകൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്? എല്ലാ കാര്യത്തിലും കള്ളത്തരവും കപടതയും മാത്രം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഉണ്ടായത്? ഇന്ത്യൻ എയർക്രാഫ്റ്റ് പോയെന്നുള്ള വലിയ സത്യമാണ്. ഇന്ത്യക്ക് അടി കിട്ടിയെന്നുള്ള സത്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ എഡ്ജ് ഉണ്ടാക്കിയെന്നുള്ള സത്യമാണ്. ഗ്ലോബൽ മീഡിയ മുഴുവൻ അത് റിപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ് എതിർത്തോ? ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് എത്ര പ്രാവശ്യം പറഞ്ഞു? ഗവൺമെൻറ് എതിർത്തോ? ഇല്ല. ഗവൺമെൻറ് സറണ്ടർ ചെയ്തു. എന്നിട്ട് ഇന്ത്യൻ മീഡിയ ഹൗസ് എന്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നമുണ്ടായി, ഇതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അത്ര മോശമായിട്ട് അങ്ങ് മാറി. ഇപ്പോൾ പേപ്പർ ലീക്ക് ഉണ്ടായി, ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിനെ തിരുത്തേണ്ടത്? അതാണ് മീഡിയ ഹൗസ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ്. ബാർക്കിംഗ് ഡോഗ്സ്, കുരയ്ക്കുന്ന പട്ടികൾ എന്നാണ് ഇതിനെ പറയുന്നത്. പട്ടിയുടെ കുരയുമില്ല, ഒന്നുമില്ല. 24 മണിക്കൂറും ഈ പറയുന്ന യജമാനെ കാണുമ്പോൾ വാലാട്ടുന്നു. ഈ രീതിയിലായി ഇന്ത്യയിലെ മീഡിയകൾ. അതിനെ മാറ്റിയത് മോദിയും കൂട്ടരുമാണ്. നരേറ്റീവ്സ് ഉണ്ടാക്കി ഇഷ്ടം പോലെയാണ് പണം. ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ മോദിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പോളിസി അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് മാറ്റം ഉണ്ടായത്, അല്ലാതെ അമേരിക്കയുടെ കുന്തമെന്ന് മാറ്റമുണ്ടായി. കാരണം സത്യം ഞാൻ പറഞ്ഞു. അത് ആ പറഞ്ഞ സത്യത്തിൽ മാറാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഉറച്ചു നിന്നത്. കാരണം ഉണ്ടായ സംഭവം തന്നെയാണ്. ഇന്ത്യൻ എയർക്രാഫ്റ്റ് അവിടെ പോയി ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിയാണ് കിട്ടിയത്. അപ്പം അതിനൊക്കെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ കാണാൻ ഈ RSS നേതാക്കൾ വന്നിരുന്നു. അതായത് എൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാം, അവരുടെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യും, ഞാൻ ഹിന്ദിയിൽ തുടങ്ങണം, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം പല കേന്ദ്രമന്ത്രിമാരും ഉണ്ട്, അവരെ കൊണ്ട് ചെയ്തു തരാം. ഞാനങ്ങ് ചിരിച്ചു. കാരണം എൻ്റെ നല്ല കാലത്ത്, അതായത് ഞാൻ ഇവനൊന്നും പറയുന്നത് ഞാൻ ജീവിതത്തിൽ കേൾക്കാത്തൊരുത്തിന്. അങ്ങനെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. എനിക്കെൻ്റെ കൺവിക്ഷനാണ് എൻ്റെ ജേർണലിസം. അല്ലാതെ ഈ പറയുന്ന എനിക്ക് ഈ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനവിടെ പോകാനാ? ഇപ്പോഴല്ലേ യൂട്യൂബ് ഉണ്ടായത്. അതിനൊക്കെ മുമ്പ് പല സാറ്റലൈറ്റ് ചാനലിലും പ്രിൻ്റ് മീഡിയയിലൊക്കെ വർക്ക് ചെയ്ത ഒരുത്തനാണ് ഞാൻ. ആ സമയത്ത് എത്രയോ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസൊക്കെ റിലീസ് ചെയ്തു. കോടതിയിൽ ചില കാര്യങ്ങൾ ഇവരെന്നെ ട്രയൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ മതി, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. ഇത് ഈ കേരളം പോലല്ല ഡൽഹി എന്ന് പറയുന്നത്. ഇവിടെ കോടികളാണ് വീഴുന്നത്. എനിക്ക് ഈ പണം എന്തിൻ്റെയാണ് ആവശ്യം? നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് എനിക്ക് ജീവിച്ചു പോകാനുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ജോലി ചെയ്യാനും അറിയാം. എനിക്ക് നാളെ എന്ന് പറഞ്ഞ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും നന്നാവണം. ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സ്റ്റോറി ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും ചെയ്യും. എന്നിട്ട് സാധാരണ മുസ്ലിങ്ങളെ അല്ല ബാധിക്കേണ്ടത്. സുഡാപ്പികളും അതേപോലെ ഇസ്ലാമിക തീവ്രവാദികളും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയാണ് ഞാൻ. ഇറാനെതിരെയാണ് ഞാൻ. കാരണം അത് ഗ്ലോബൽ ഡിസാസ്റ്ററാണ് ഇറാൻ. അല്ലാതെ അമേരിക്കൻ പ്രേമമല്ല അതിൻ്റെ കാരണം.
കാരണം അതിനകത്തൊരു അജണ്ടയുണ്ട്. അജണ്ട എന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കണം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകണം, ഇന്ത്യയിലെ ജനാധിപത്യം മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ഗോദി മീഡിയയാണ്. എന്താണ് CJP പ്രൊട്ടസ്റ്റ്? അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഈ പറയുന്ന ഗോദി മീഡിയ അറ്റാക്ക് ചെയ്തു, നിലം തൊടിയിപ്പിച്ചില്ല ഇവന്മാരെ. എല്ലാവരും എടുത്തിട്ട് അടിച്ചു. അവസാനം ഇവന്മാർ ഓടേണ്ടി വന്നു. ഈ വീഡിയോ, സീ ദ വീഡിയോ. गोदी मीडिया क्या हुआ भाई आपके साथ? क्या हुआ आपके साथ? मेरी आंख नहीं खुल रही, चश्मे के कारण। क्या हुआ था अभी जंतर मंतर पर आपके साथ? सौरभ पे इंटरव्यू करने जा रहा था, मुझे वो बुला रहा था, उसका कॉल आया, ये लोग ने गोदी मीडिया हाय हाय चिल्लाना शुरू कर दिया और एटलीस्ट अलग अलग 6 दिशा से कुछ 100 मुक्के, लाफे, पानी फेंकना, बॉटल्स फेंकना। उन्होंने मेरा चश्मा भी खींच लिया, मुझे चश्मे के कारण थोड़ा अभी दिख नहीं रहा है। मैंने बताया उनको कि चश्मे के बिना नहीं दिख रहा, मत मारो मुंह पे, मत मारो, मुझे जाने दो, मैंने कुछ किया ही नहीं, निकल ही जा रहा हूँ। ये हमें गोदी मीडिया देखने को मिला। ये लाठीचार्ज कभी कवर नहीं करेंगे। ये सब गोदी मीडिया है, सरकार के दलाल हैं, इनसे सावधान रहें। गोदी मीडिया शर्म आनी चाहिए। एजुकेटेड गोदी मीडिया, गोदी मीडिया, गोदी मीडिया, गोदी मीडिया। ഈ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് സംഭവിച്ചത്. ഇത് ഇന്ത്യയിലെ ഈ പറയുന്ന മോദിയെ അന്ധമായി പിന്തുണയ്ക്കുന്നവർക്ക് എല്ലാം കിട്ടാൻ പോകുന്ന തെളിവാണ് ഡൽഹി കൊടുത്തത്. ശരിക്കും കിട്ടിയമാർക്ക് ഇവർക്ക് ഡൽഹി തെരുവിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ആരാ ഇത് മാറ്റിയത്? കാരണം അതിൻ്റെ അകത്തിരുന്ന് എഡിറ്റോറിയൽ ആൾക്കാർക്കും മാനേജ്മെൻറ്റിനും പണം മാത്രം മതി. ഈ പറയുന്ന അഡാനി അംബാനി എന്നും വിചാരിച്ചാൽ ഇന്ത്യൻ മീഡിയ നടത്തി അങ്ങോട്ട് മോദിയെ സ്തുതിക്കുക. ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ലക്ഷ്മൺ രേഖ എല്ലാം കൊണ്ട് ക്രോസ് ചെയ്തു. ആലോചിച്ച് നോക്കുക, റാം ടെമ്പിൾ, അവിടുത്തെ അഴിമതി ഉണ്ടായി. ഇവിടുത്തെ എത്ര മീഡിയ ഹൗസ് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ശക്തമായിട്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന്. ഗോദി മീഡിയ ഒന്നും പറയുന്നില്ല. കാരണം ഇവരുടെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന RSS ആണ്. അവരും ഇതിനകത്ത് ഫണ്ട് ചെയ്യുന്നുണ്ട്. RSSന് ഇഷ്ടംപോലെ ഫണ്ട് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യുന്നു, ആരും ചോദ്യം ചെയ്യുന്നില്ല. ചിലപ്പം മലയാളത്തിൽ എൻ്റെ വേറിട്ട ശബ്ദമായിരിക്കും, ഞാൻ സുഡാപ്പികൾക്കെതിരെയാണ്, ഞാൻ ക്രിസ്ത്യാനികൾക്ക് അനുകൂലവുമല്ല, അതും കൂടെ മനസ്സിലാക്കുക. പക്ഷേ ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ആൾക്കാരവിടെ വിശ്വസിക്കണം, എവിടെ പോകണം, എവിടെ പോയി പ്രാർത്ഥിക്കണം, അവൻ്റെ ഇഷ്ടമാണ്. അതിനെ ഇവിടെ എതിർക്കാൻ വേണ്ടി RSSും BJP ശ്രമിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കും. അതായത് ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവത്തെയാണ് മീഡിയ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും മോദി സ്തുതികൾ, അയാൾ ഷർട്ട് ഇടുന്നു, അയാൾ പാൻറ് ഇടുന്നു, അയാൾ ട്രൗസർ ഇടുന്നു, അയാളുടെ മുടി ഇങ്ങനെ ഇരിക്കുന്നു, ആ പറയാൻ ഒന്നുമല്ല. അയാളൊരു സാധാരണക്കാരൻ. ഉറപ്പായിട്ടും ഒരു ചായക്കടക്കാരൻ അവിടം വരെ എത്തിയത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കപടതയും കള്ളത്തരവും, ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, എത്ര റോഡുകളാണ് പൊളിയുന്നത്, എത്ര പാലങ്ങളാണ് പൊളിയുന്നത്, എത്ര ജനങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്, ഇതിനെപ്പറ്റിയൊന്നും ആരും പറയുന്നില്ല. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പറ്റി പറയുന്നില്ല. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ മീഡിയ, നാഷണൽ മീഡിയയിൽ ഡിസ്കഷൻ നടക്കുന്നു തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ ഇഷ്യൂ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യയിലെ ചെറുപ്പക്കാരെയാണ്. വല്ലതും ചെയ്തു ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണമെന്ന് പറയുന്നു. കാരണം മോദിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. വിശ്വഗുരുവായി ഇപ്പോഴാണ് ബോധം വന്നത് ചില ആൾക്കാർക്ക്. ഇത് ഈ പറയുന്നിടത്തൊന്നും നിൽക്കത്തില്ല. ഈ ഗോദി മീഡിയ, ഈ CJPയുടെയും യുവജനങ്ങളുടെ പ്രൊട്ടസ്റ്റിനെ എത്രമാത്രം താറുമാറ് ചെയ്യാൻ ശ്രമിച്ചു.
അതിനൊക്കെ കിട്ടിയ അടിയാണ് ഈ സംഭവം. ഇതെല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. ഇത് മുന്നോട്ട് പോകും തോറും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ആ രാജ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ഗോദി മീഡിയ തകരുക തന്നെ ചെയ്യും. അതിന് ഫണ്ട് കൊടുത്ത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ അവൻ്റെയൊക്കെ വെടി തീരാൻ പോവുക. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഈ കോർപ്പറേറ്റുകൾ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ടൊന്നും മുന്നോട്ട് പോകത്തില്ല. അതാണ് ഇന്ത്യൻ ഡെമോക്രസിയും നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഇന്ത്യയെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിനെ തകർക്കാനൊന്നും മോദിയല്ല, RSS അല്ല, ഒരു ഗോദി മീഡിയ വിചാരിച്ചാലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഒരു ഭയവുമില്ലാതെ ഇതേപോലെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവനെ ഒന്നും പേടിച്ചോണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഇവനെ എതിർത്ത് തന്നെ ജീവിക്കണം. എന്നാലേ ഈ രാജ്യവും ഇവിടുത്തെ യുവജനങ്ങളും ഇവിടുത്തെ ജനങ്ങളും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കള്ളത്തരവും കബളിപ്പീരും രാമൻ്റെ കയ്യും കാലും വരെ അടിച്ചു മാറ്റുന്ന ഈ പരമചറ്റകളെ ഒഴിവാക്കുക തന്നെ വേണം. അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ അടുത്ത് തന്നെ കാണിച്ചു കൊടുക്കും. അതാണ് ഈ ഗോദി മീഡിയയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠം.